നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞു നമ്മൾ AI മാതാവാകാൻ പോവുകയാണ്. സാറ്റലൈറ്റ് എന്ന് പറയാൻ ഒരു മാസം തന്നെ എത്ര സാറ്റലൈറ്റ് നേരത്തേക്ക് പത്രത്തിൽ എഴുതുമായിരുന്നു. ഈ സ്ഥിര സംഭവം നടന്നു ഇപ്പോൾ പത്രത്തിൽ എഴുതാറുമില്ല. പാകിസ്ഥാൻ തന്നെ പറയുന്നത് ഇവർ പറയുന്നത് കൃഷിയുടെ ആവശ്യത്തിനാ, അല്ലെ നെല്ല് കൊയ്യുന്ന കാര്യം നോക്കാനാ, അല്ലെ കാലാവസ്ഥ എങ്ങനെ നോക്കാനാ, കാറ്റടിക്കുമോ നോക്കാനാന്നൊക്കെ പറയും. ചുമ്മാ ഇവരിത് പറഞ്ഞുകൊണ്ട് മേളിലോട്ട് വിടുന്നു. ഇതിന് രണ്ടാമതൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഇത് കാറ്റടിക്കുന്ന കാര്യവും നോക്കും, വേണ്ടി വന്നാൽ ഈ പറയുന്ന യുദ്ധത്തിനാവശ്യമായ സാമഗ്രികൾ അല്ലെങ്കിൽ പല നിരീക്ഷണങ്ങൾ ലോകത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ശത്രുരാജ്യത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഏറ്റവും അവസാനം ഒരു ആയുധമായിട്ട് പ്രവർത്തിക്കത്തക്ക രീതിയിൽ പോലുമുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള സംവിധാനം ഇന്ത്യ ബഹിരാകാശത്തുടനീളം വിക്ഷേപിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പൊ അതെന്താ വെച്ചാൽ ഇനിയുള്ള കാലത്ത് എന്തായാലും ഒരു എയർ ബേസ്ഡുള്ള വാറായിരിക്കും നടക്കാൻ പോകുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യോമ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ F-35 5ാം തലമുറയിൽപ്പെട്ട അമേരിക്കയുടെ പ്രസ്റ്റീജ് വിമാനമാണ്. ഈ വിമാനം ഇന്ത്യയിൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഏവിയേഷൻ ഫ്യൂൽ തീർന്നു എന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കില്ല. മാത്രമല്ല ഇന്ത്യയിലെ നിരീക്ഷണം നടത്തുമോ, ഇന്ത്യൻ റഡാറിൽ ഇത് പിടിക്കപ്പെടുമെന്നാണ്. ഇന്ത്യ വളരെ പെട്ടെന്ന് നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ജാം ചെയ്യുന്നു. അവർക്ക് നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് ഇറങ്ങേണ്ടി വരും. ശരി, ഇവിടെ വന്ന് ഇറങ്ങുന്നു, നമുക്ക് ഫ്യൂൽ വേണമെന്ന് പറയും, ഏവിയേഷൻ ഫ്യൂൽ കൊടുക്കുന്നു, തിരിച്ച് പറന്നു പോകാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ടെക്നോളജി ജാം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ നമ്മളും വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഈ ഇറ്റാലിയൻ നിർമ്മിത വിമാനം നമ്മുടെ മേളിൽ കൂടെ ഒരു നിരീക്ഷണം നടത്താനായിട്ട് വരുന്നത്. ശരി, നിരീക്ഷണം നടത്തിക്കും. അവിടെയും നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഉപഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത്. അപ്പോൾ സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ആയുധങ്ങൾ, മിസൈലുകൾ, എന്തിന് വിമാനങ്ങളെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പോലെ ഇനി ഈ ആകാശത്തോടുള്ള ആക്രമണമൊന്നും നമുക്ക് നേരെ നടത്തില്ല. കാരണം അമേരിക്ക പാകിസ്ഥാൻ F-35 കൊടുക്കുമോ, ആ സഹായമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഏതാനും നാളുകൾക്ക് മുമ്പ് തുർക്കിയിൽ നിന്ന് ഇതുപോലൊരു വിമാനം വന്നു. അന്ന് അതിനകത്ത് ആയുധം ഉണ്ടായിരുന്നു. അസർബൈജാനിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്ന വിമാനം അസർബൈജാന്റെയും ഈ പറഞ്ഞ ജോർജിയയുടെ ഇടയിൽ തകർന്നു വീഴുക. ഇതിന് സമാനമായ ഒരു കാര്യമായിട്ട് നമുക്ക്. അതെ, അതും തുർക്കി മിണ്ടിയിട്ടില്ലല്ലോ. 20 പട്ടാളക്കാർ മരിച്ചു. ഒന്നല്ല 3 ഞാൻ പറഞ്ഞു. നമ്മുടെ ഡൽഹി സ്ഫോടനം നടന്നു. അതിനുശേഷം 12 മണിക്കൂറിനും പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നു. അന്ന് രാത്രി വെളുക്കോളം ബംഗ്ലാദേശിൽ പൊട്ടിത്തെറി നടന്നു. തുർക്കി അന്ന് പാകിസ്ഥാൻ സ്വയം തീരുമാനിച്ചല്ലോ എനിക്ക് ഉടനെ അടിയെന്ന് പറഞ്ഞു. തുർക്കി അവിടുന്ന് പാകിസ്ഥാൻ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തുർക്കി അവിടുന്ന് ആയുധവും സംവിധാനമായിട്ട് അയാൾ അന്നേരം ആയുധം കൊടുക്കുമായിരുന്നു. വലിയ ആയുധം കൊടുക്കുവാനാ. അയാൾ അങ്ങോട്ട് മേപ്പോട്ട് പൊങ്ങതേ ഉള്ളൂ. അപ്പൊ താപ്പോട്ടം കൊണ്ട് തുർക്കി മിണ്ടിയിട്ടില്ല. തുർക്കി മിണ്ടിയിട്ടില്ല. തുർക്കിക്ക് മനസ്സിലായ കാര്യം എന്തോ, അതായത് ലോകത്തെവിടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്സാരമായിട്ടല്ല ലോകം മൊത്തം ഉറ്റു നോക്കുന്നത്. അതുകൊണ്ട് ആ പാകിസ്ഥാന്റെ അടുത്ത് ജപ്പാൻ പറഞ്ഞ ചുമ്മാ ഇനിയും നിങ്ങൾ കളിക്കരുത്, നിങ്ങൾ കരസേനയെ നോക്കിയിരിക്കും അല്ലെങ്കിൽ നേവിയെ നോക്കിയിരിക്കും. ഇന്ത്യ അടിക്കാൻ പോകുന്നത് അങ്ങനെയല്ല, ആകാശത്തോട് അടിക്കാൻ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.